ബസ് സ്റ്റാൻഡിൽ നടന്ന കലാപത്തിനിടയിൽപ്പെട്ട് അനിയത്തിയെ നഷ്ടപ്പെട്ടു പോയ ഒരു ആൺകുട്ടി അനിയത്തിയെ അന്വേഷിക്കുന്നതും അവിടെ ഒരു ബസ്സിന് തീ പിടിച്ച് കത്തുന്നതും സ്വപ്നം കണ്ടാണ് നമ്മുടെ നായകൻ അരിവഴകൻ ഞെട്ടി എഴുന്നേൽക്കുന്നത്. ഈ ഒരു സ്വപ്നം അറിവിന്റെ ചെറുപ്പത്തിൽ നടന്ന ഒരു സംഭവമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇത് കാണാറുമുണ്ട്. അറിവ് ഒരുപാട് വർഷങ്ങളായി മലേഷ്യയിലെ ഒരു റെസ്റ്റോറന്റിൽ ജോലി ചെയ്യുന്നയാളാണ്. അന്നായിരുന്നു അവന്റെ അവിടുത്തെ അവസാന ദിവസം. കാരണം മലേഷ്യയിലെ ജോലി ഉപേക്ഷിച്ച് അറിവ് അവന്റെ നാടായ തെങ്കാശിയിലേക്ക് വരാൻ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ അറിവിന്റെ കൂടെ ജോലി ചെയ്യുന്നവരെല്ലാം അറിവിനൊരു സെൻഡ് ഓഫ് കൊടുത്ത് വളരെ വിഷമത്തോടെ അവനെ നാട്ടിലേക്ക് പറഞ്ഞയച്ചു. അറിവ് എല്ലാവരോടും വളരെ അറ്റാച്ച്ഡ് ആയിരുന്നു. ഒരു സൈലന്റ് ക്യാരക്ടർ. അറിവിന് ഇപ്പൊ 35 വയസ്സായി. അവന്റെ നല്ല കാലം മുഴുവൻ വീട്ടുകാർക്ക് വേണ്ടിയും അച്ഛനും അമ്മയും വാങ്ങിയ കടങ്ങൾ തിരിച്ചടയ്ക്കാനുമായിട്ടാണ് ഇത്രയും വർഷം അറിവ് മലേഷ്യയിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്തത്. എന്നാൽ അവന് ഇതുവരെ ഒരു പെൺകുട്ടിയെയും സ്നേഹിച്ചിട്ടില്ലല്ലോ എന്ന വിഷമവുമുണ്ട്. അറിവിന്റെ മാമനാണെങ്കിൽ ഇവന് 35 വയസ്സായി. സോ ഒരു പെണ്ണിനെ നോക്കി കല്യാണം കഴിപ്പിക്കണമെന്ന് ഒരുപാട് നാളായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ അറിവ് അതിന് ഓക്കെ പറയുന്നുണ്ടായിരുന്നില്ല. നാട്ടിലേക്ക് വന്നതിന് ശേഷവും അറിവിന്റെ അച്ഛനും അമ്മയും മാമനും ചേർന്ന് അവനെ കല്യാണത്തിന് സമ്മതിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അറിവിന്റെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് ലവ് മാരേജ് ആയിരിക്കും. ലവിന്റെ ഫീലിംഗ് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കണം. അങ്ങനെ ഒരു പെണ്ണിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് എല്ലാവരുടെയും വായടപ്പിക്കുന്ന രീതിയിൽ അവൻ പറഞ്ഞു. അതേസമയം ഇപ്പുറത്ത് നമ്മുടെ നായിക ലീല ഒരു സിനിമാ നടിയാകണം, നായികയാകണം എന്ന് സ്വപ്നം കണ്ട് ഓരോ പ്രൊഡ്യൂസേഴ്സിന്റെ ഓഫീസുകളിൽ കയറി ഇറങ്ങുന്നുണ്ട്. പക്ഷെ ആരും അവൾക്ക് അവസരം കൊടുത്തില്ല. ഇവളെ പോലെ തന്നെ ഇവൾക്ക് 3 ഫ്രണ്ട്സുമുണ്ട്. അതിലൊരാൾ ഡയറക്ടർ ആവണമെന്നും മറ്റൊരാൾ ക്യാമറാമാൻ ആവണമെന്നും ആഗ്രഹിച്ചു. എങ്കിലിപ്പോൾ അവർക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ട് വെഡിങ് ഫോട്ടോഗ്രാഫി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലീലയുടെ വേറൊരു ഫ്രണ്ട് സ്റ്റൈലിസ്റ്റ് ആവാനായിട്ട് വന്നതാണ്. അങ്ങനെ ഇവർ 4 പേരും ഓരോ സ്വപ്നങ്ങൾ കണ്ട് ഇവിടെ എത്തിയവരാണ്. എങ്കിലും ആർക്കും ഒന്നും സെറ്റ് ആവുന്നില്ല എന്ന വിഷമത്തിൽ എല്ലാവരും മദ്യപിക്കുകയായിരുന്നു. അതിൽ ക്യാമറാമാൻ മാത്രം കുറച്ച് പോസിറ്റീവായിട്ട് നമ്മൾ വിശ്വാസം കൈവിടരുത്, എല്ലാം നന്നായി നടക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ സങ്കടത്തിൽ ഓരോന്ന് സംസാരിച്ചിരിക്കുമ്പോഴാണ് ലീലയുടെ അച്ഛൻ നാട്ടിൽ നിന്നും കോൾ ചെയ്ത് മുത്തശ്ശൻ മരിച്ച വിവരം പറഞ്ഞത്. ലീലയ്ക്ക് നാട്ടിലേക്ക് പോയേ പറ്റുള്ളൂ. അവിടുന്ന് കട്ട് ചെയ്ത് ഇപ്പൊ നാട്ടിലെ ലീലയുടെ മുത്തശ്ശന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് അറിവും അവന്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. അറിവിന്റെ അച്ഛന് ലീലയുടെ കുടുംബത്തെ നന്നായി അറിയാം. അറിവ് ലീലയുടെ മുത്തശ്ശന്റെ ബോഡിയിൽ മാല ഇടാൻ വന്നതും ലീല ഓൾറെഡിയുള്ള മാല മാറ്റിക്കൊടുത്ത് അറിവിനോട് ഇട്ടോളാൻ പറഞ്ഞു. അപ്പോഴാണ് അറിവ് ലീലയെ ആദ്യമായിട്ട് കാണുന്നത്. കണ്ടതും അവൻ അവളെ ഭയങ്കര ഇഷ്ടമായി. അവൻ നിമിഷ നേരം കൊണ്ട് ഇവരുടെ കല്യാണം കഴിഞ്ഞ് കുട്ടികളായി വയസ്സായി മരിക്കുന്നത് വരെ ഇവൻ ഇമാജിൻ ചെയ്തു. അത്രയ്ക്കും അവളെ ഇഷ്ടമായി. അറിവിന്റെ ഈ പെരുമാറ്റമെല്ലാം അമ്മ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ ലീലയുടെ അമ്മയ്ക്ക് സുഖമില്ലാതായതും അത് ശരിയാക്കണമെങ്കിൽ 4 ലക്ഷം രൂപ വേണമെന്ന് ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞു. പെട്ടെന്ന് ഇത്രയും പണം എവിടെ നിന്നുണ്ടാക്കാനാണെന്ന് ലീലയുടെ അച്ഛനും വിഷമിച്ചു നിന്നു. ലീല ചെന്നൈയിലെ ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെന്ന് പറഞ്ഞാണ് സിനിമയിൽ ചാൻസ് നോക്കി നടക്കുന്നത്. കാരണം അവളുടെ അച്ഛന് ഇതൊന്നും തീരെ ഇഷ്ടമല്ല. സോ അച്ഛൻ നേരെ ലീലയോട് അമ്മയുടെ സർജറിക്ക് കുറച്ച് പണം തരണമെന്ന് പറഞ്ഞതും ലീലയും എന്റെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞു. അച്ഛനും ഇത്രയും നാൾ നീ എന്താണ് ചെയ്തതെന്ന് ചോദിച്ച് അവളോട് ദേഷ്യപ്പെട്ടു. ഇവരുടെ ഈ അവസ്ഥ കണ്ടുകൊണ്ട് നിന്ന അറിവിന്റെ അച്ഛനും നിങ്ങൾ ഞങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, ഇപ്പൊ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലെ ചെലവ് അറിവിന്റെ അച്ഛൻ ലീലയുടെ അച്ഛന് കൊടുത്തു. അതിനുശേഷം അറിവിന്റെ അമ്മ അറിവിന്റെ അച്ഛനോട് നമുക്ക് ഈ പെൺകുട്ടിയെ അറിവിന് വേണ്ടി ആലോചിച്ചാലോ, അവളെ കണ്ടതു മുതൽ നമ്മുടെ മകൻ നിലാവത്തഴിച്ചിട്ട കോഴിയെ പോലെ നടക്കുകയാണ് എന്ന് പറഞ്ഞു. അച്ഛനും പണം കൊടുത്തതും എങ്ങനെ കല്യാണക്കാരും പറയുമെന്ന് ആലോചിച്ചു. അറിവാണെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിച്ച് മാമനോട് അവനും ലീലയും തമ്മിൽ എത്ര വയസ്സിന് ഡിഫറൻസ് ഉണ്ടെന്ന് ചോദിച്ചതും 10 വയസ്സ് വ്യത്യാസമുണ്ട്. ഇതും കൂടി ആലോചിച്ചാണ് അറിവിന്റെ അച്ഛൻ ഒന്ന് പരുങ്ങിയത്. എങ്കിലും മകനോട് ചോദിക്കാമെന്ന് കരുതി അവനോട് ചോദിച്ചതും അവൻ നാണം കൊണ്ട് വളഞ്ഞു പൊളയുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് മകന് പ്രേമം തുടങ്ങിയെന്ന് മനസ്സിലാക്കി ഒന്ന് ആശ്വസിച്ചു. അതിനുശേഷം ലീലയുടെ അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് വന്നു. അപ്പോഴാണ് ലീലയെ അവളുടെ ഡയറക്ടർ ഫ്രണ്ട് കോൾ ചെയ്ത് ഒരു സിനിമയിലേക്ക് ലീലയെ നായികയായി തിരഞ്ഞെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞതും അവൾ സന്തോഷത്തിൽ തുള്ളിച്ചാടി. എന്നിട്ട് അമ്മയ്ക്കിപ്പോ കുഴപ്പമില്ല, ഇന്ന് നൈറ്റ് തന്നെ ഞാൻ ചെന്നൈക്ക് പുറപ്പെടാമെന്ന് പറഞ്ഞ് എല്ലാം പാക്ക് ചെയ്യുന്ന സമയത്ത് ലീലയുടെ അച്ഛൻ അവിടേക്ക് വന്ന് എവിടേക്കാണ് പോകുന്നതെന്ന് ദേഷ്യപ്പെട്ട് ചോദിച്ചു. കാരണം ലീല ഇത്രയും കാലം ഇവരെ പറ്റിക്കുകയായിരുന്നു എന്ന് ലീലയുടെ അച്ഛന് മനസ്സിലായി. എന്നിട്ട് സിനിമയിൽ കൂത്തടിച്ച് ഞങ്ങളെ നാണം കെടുത്താനാണോ പോകുന്നത് എന്ന് ചോദിച്ച് അവളെ അടിക്കുകയും ഇങ്ങനെയാണോ മകളെ വളർത്തുന്നത് എന്ന് പറഞ്ഞ് ലീലയുടെ അമ്മയെ ചീത്ത പറയുകയും ചെയ്തു. അതേസമയം അറിവിന്റെ അച്ഛൻ ലീലയുടെ അച്ഛനെ വിളിച്ച് അറിവിന് ലീലയെ പെണ്ണ് ചോദിക്കും. ഇത് തന്നെയാണ് പറ്റിയ അവസരമെന്ന് മനസ്സിലാക്കി ലീലയുടെ അച്ഛനും അവർ നല്ല കുടുംബമാണ് എന്ന് പറഞ്ഞ് അറിവും ലീലയും തമ്മിലുള്ള കല്യാണം തീരുമാനിക്കും. ഇപ്പോൾ ലീലയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അവളുടെ എല്ലാ ആഗ്രഹങ്ങളും ഇതോടെ അവസാനം
അവസാനിച്ചുവെന്ന് അവൾ കരുതി. ലീലയുടെ വീട്ടുകാർ സമ്മതം പറഞ്ഞുവെന്ന വാർത്ത അറിവ് അറിഞ്ഞതും അവന് വളരെ സന്തോഷമായി. കാരണം അവൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ തന്നെയാണല്ലോ കല്യാണം കഴിക്കാൻ പോകുന്നത്. പക്ഷെ ലീല കല്യാണം വേണ്ട എന്ന് വാശി പിടിക്കുന്നുണ്ടെങ്കിലും കല്യാണകാര്യം അതിന്റെ വഴിക്ക് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് കല്യാണ ദിവസമെത്തി. അറിവ് നല്ല സന്തോഷത്തിലാണെങ്കിലും ലീല വളരെ വിഷമത്തിലായിരുന്നു. അങ്ങനെ കല്യാണവും കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞതുകൊണ്ട് തന്നെ അറിവ് ലീലയുടെ കയ്യിൽ തൊട്ടതും അവൾ പെട്ടെന്ന് കൈയെടുത്തു. അവൾ കരയുന്നുണ്ടായിരുന്നു. ലീലയ്ക്ക് ഈ കല്യാണത്തിൽ ഇഷ്ടമില്ല എന്ന് അവന് മനസ്സിലായി. ഇക്കാര്യം മാമനോട് പറഞ്ഞതും മാമൻ അത് ആനന്ദ കണ്ണീരായിരിക്കുമെന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ചു. അങ്ങനെ അറിവും ലീലയും ചെന്നൈയിൽ സെറ്റിൽ ആവാൻ വേണ്ടി ചെന്നൈയിലേക്ക് പുറപ്പെട്ടു. ലീലയുടെ മുഖത്ത് ഒട്ടും തന്നെ സന്തോഷമുണ്ടായിരുന്നില്ല. അവർ ചെന്നൈയിലെത്തിയതും ഉറങ്ങിക്കിടക്കുന്ന അറിവിനെ എഴുന്നേൽപ്പിച്ച് ലീലയുടെ ഫ്രണ്ട്സ് പെട്ടെന്ന് വണ്ടിയിൽ വന്ന് കയറി. എന്നിട്ട് അറിവിനെ പരിചയപ്പെട്ടു. ഓൾറെഡി ലീല ചെന്നൈയിലാണ് താമസമെന്ന് അറിവിനോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ലീലയെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ചെന്നൈയിലെ ഗ്രാമത്തിലുള്ള വീട് പോലുള്ള ഒരു വീട് അറിവ് ഓൾറെഡി താമസിക്കാനായി റെഡിയാക്കിയിരുന്നു. ആ കാര്യങ്ങളെല്ലാം ലീലയോട് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ വീടിനകത്തേക്ക് വലതുകാല് വെച്ച് കയറാൻ അറിവ് പറഞ്ഞതും ലീല ഇടതുകാലെടുത്ത് വെച്ച് വീടിനകത്തേക്ക് കയറി. ഇതെല്ലാം അറിവിന് വളരെ വിഷമമുണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം ലീലയുടെ 3 ഫ്രണ്ട്സും ഇനി മുതൽ ഈ വീട്ടിലാണ് താമസിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞതും ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ അറിവ് അന്തം വിട്ടുനിന്നു. പക്ഷേ ഇവർ 3 പേരും എന്തോ പ്ലാൻ ചെയ്താണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഇവര് അവർക്ക് ആവശ്യമുള്ള റൂം സെലക്ട് ചെയ്തു. അറിവും അവൻ വന്ന കാർ ഡ്രൈവറിനോട് ഈ കാര്യങ്ങളൊന്നും അച്ഛനോടും അമ്മയോടും പറയണ്ട എന്നും പറഞ്ഞിട്ട് അയാളെ പറഞ്ഞയച്ചു. അതിനുശേഷം അറിവ് അവന്റെ റൂമിലേക്ക് വന്ന് ഒരു തലേണയും പിടിച്ച് മൂലക്കിരുന്നു. രാത്രിയാകുന്നത് വരെ അവൻ ഓരോന്ന് ആലോചിച്ച് ഫീലായി അവിടെ തന്നെ ഇരുന്നു. ആ സമയം പുറത്ത് ഭയങ്കര സൗണ്ട് കേട്ട് വന്ന് നോക്കുമ്പോൾ ലീലയും അവളുടെ ഫ്രണ്ട്സും അവരുടെ മറ്റു ഫ്രണ്ട്സിനെയും വിളിച്ചു വരുത്തി DJ വെച്ച് വീട്ടിൽ തന്നെ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് മാത്രമല്ല ഗ്രാമത്തില് അടക്കത്തിലും ഒതുക്കത്തിലും നടന്നിരുന്ന പെണ്ണ് ഇവിടെ മോഡേൺ ഡ്രസ്സിൽ ഡാൻസ് കളിക്കുന്നത് കണ്ട് അറിവ് അന്തം വിട്ടു നിന്നുപോയി. ലീലയാണെങ്കിൽ തന്റെ ജീവിതം നശിച്ചു പോയി എന്ന വിഷമത്തിലും ദേഷ്യത്തിലും ഡാൻസ് കളിക്കുന്നത് മാത്രമല്ലാതെ താലി അഴിച്ചു വെക്കുകയും ചെയ്തു. ഇതെല്ലാം കണ്ട് വിഷമം വന്ന അറിവും ലീല ഇവിടെ നമ്മൾ വിചാരിച്ച പോലെയുള്ള ആളെയല്ല എന്ന് മാമനെ കോൾ ചെയ്തു പറഞ്ഞു. ലീല എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് അറിവിനും മാമനും മനസ്സിലായില്ല. അപ്പോഴാണ് ലീലയുടെ ഫ്രണ്ട്സ് എന്താണ് പ്ലാൻ ചെയ്തതെന്ന് കാണിക്കുന്നത്. ലീലയുടെ ഫ്രണ്ട്സ് ആണ് നിന്റെ അച്ഛനെ എതിർത്ത് നിനക്ക് ചെന്നൈയിലേക്ക് വന്ന് സിനിമയിൽ നായികയാകാൻ പറ്റില്ല. അറിവിൻ്റെ ഫോട്ടോ കാണുമ്പോൾ അയാൾ ഒരു പാവമാണെന്ന് തോന്നുന്നു. സോ നിന്റെ അച്ഛനെ പറ്റിക്കുന്നതിന് പകരം ഇവനെ പറ്റിക്കാം. നിന്റെ എൻഗേജ്മെന്റിന്റെ ദിവസം നീ ആ പയ്യനോട് നീ പഠിച്ചതും ജോലി ചെയ്യുന്നതുമെല്ലാം ചെന്നൈയിലാണ്, അതുകൊണ്ട് നിനക്ക് ഇവിടെ തന്നെ ജീവിക്കണമെന്ന് പറയേ. അവൻ ഓക്കെ പറഞ്ഞാൽ നിനക്ക് വേണ്ടി അവൻ എന്തും ചെയ്യാൻ തയ്യാറാണെന്നാണ് അർത്ഥമെന്നും പറഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ അറിവും ലീലയുടെ സന്തോഷമാണ് വലുതെന്ന് വിചാരിച്ച് അവനും പെട്ടെന്ന് തന്നെ ഓക്കെ പറഞ്ഞു. ഫ്രണ്ട്സും നിന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ ഒരു വഴിയേ ഉള്ളൂ. നീ കല്യാണം കഴിച്ച് ചെന്നൈയിലേക്ക് വാ. അവൻ നിന്റെ അടുത്ത് പോലും വരാത്ത രീതിയിൽ ഞങ്ങൾ നോക്കിക്കോളാമെന്ന് പറഞ്ഞായിരുന്നു ലീലയെ കല്യാണത്തിന് സമ്മതിപ്പിച്ചിരുന്നത്. ഈ ഒരു പ്ലാനാണ് ഇപ്പൊ ഇവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ലീലയും ഫ്രണ്ട്സും ഹാളിൽ കിടന്ന് ഉറങ്ങിപ്പോയിരുന്നു. രാവിലെ ലീല എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് അറിവ് രാവിലെ തന്നെ വീട് മൊത്തം പുണ്യാഹം തെളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കൂടെ അവിടെ കിടന്നുറങ്ങുന്ന ലീലയുടെ ഫ്രണ്ട്സിന്റെ മുഖത്തും പുണ്യാഹം തെളിച്ച് എഴുന്നേൽപ്പിച്ചു. രാത്രി ഇവർ വേണമെന്ന് വെച്ച് അങ്ങനെയൊക്കെ ചെയ്തതില് അറിവ് ഇവരുടെ അടുത്ത് പോലും വരില്ല എന്ന് ഇവർ കണക്ക് കൂട്ടി. പക്ഷെ അറിവിപ്പോ വേറൊരു ഗെയിം സ്ട്രാറ്റജി പരീക്ഷിച്ചു. നല്ല രുചികരമായ ഫുഡൊക്കെ ഉണ്ടാക്കി ലീലയുടെ ഫ്രണ്ട്സിനെ അറിവിന്റെ ഭാഗത്തേക്കാക്കാനും നോക്കി. ഹോട്ടൽ ഫുഡ് കഴിച്ച് കഴിച്ച് നാക്ക് മരവിച്ചു പോയതുകൊണ്ട് ഇവന്മാരെങ്ങാനും അറിവിന്റെ ഭാഗത്തേക്ക് പോകുമോ എന്ന ഭയം ലീലയ്ക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് ഫ്രണ്ട്സിനോട് എല്ലാവരോടും മുറി പോവാനായിട്ട് പറഞ്ഞു. എന്ത് തന്നെ ചെയ്താലും ലീല അറിവിനെ ശ്രദ്ധിക്കുന്നത് പോലുമില്ല. എങ്കിലും അറിവ് ലീലയോട് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഞാനത് ശരിയാക്കാമെന്ന് പറഞ്ഞതും ലീലയും എനിക്ക് ഈ കല്യാണത്തിൽ 1% പോലും ഇഷ്ടമില്ല. എനിക്ക് സിനിമയിൽ വലിയൊരു നായികയാവണമെന്ന സ്വപ്നമുണ്ട്. ഞാൻ കാരണം നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുത്തരുത്. ഇതിൽ നിന്നെല്ലാം എങ്ങനെ പുറത്തു വരണമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നമുക്ക് ഡിവോഴ്സ് ചെയ്യാമെന്ന് പറഞ്ഞ് അവിടുന്ന് പോയി. ഇത് കേട്ടതും അറിവിന് വല്ലാത്ത വിഷമം തോന്നി. കല്യാണം കഴിച്ച് ഭാര്യയെ സ്നേഹിക്കാമെന്ന് കരുതിയിരിക്കുന്ന അവന് എല്ലാം ഇപ്പോൾ ശൂന്യമായി തോന്നി. ലീലയുടെ ഫ്രണ്ട്സും ഇപ്പൊ എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചതിന് അവളും എന്നെ കൊണ്ട് പറ്റുന്നില്ല, എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് ഞാൻ ഫേസ് ചെയ്തോളാമെന്നും പറഞ്ഞു. അതേസമയം അറിവിന്റെ മാമനും അറിവിന്റെ വീട്ടിലേക്ക് വന്ന് അവന്റെ അവസ്ഥ കണ്ട് വല്ലാതെ ഫീലായി. അവനെ വഴക്ക് പറഞ്ഞെങ്കിലും അറിവ് ലീലയെ വളരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചു. അതോടൊപ്പം തന്നെ ഇപ്പോഴാണ് അറിവ് ലീലയെയും അവൾക്ക് ഇഷ്ടപ്പെട്ട പോലെ ജീവിക്കാമെന്നും ആഗ്രഹിച്ചത്. എന്നിട്ട് ലീലയുടെ ആഗ്രഹം പോലെ ഞാൻ അവൾക്ക് ഡിവോഴ്സ് കൊടുക്കാൻ പോവാണ്. പക്ഷെ ഡിവോഴ്സ് ചെയ്യണമെങ്കിൽ ഇനിയും
6 മാസം കാത്തിരിക്കണം. അതുവരെ ഞാൻ എൻ്റെ ഭാര്യയെ വൺ സൈഡ് ആയിട്ട് പ്രേമിക്കാൻ പോവുകയാണ്. എൻ്റെ ഭാര്യയെ കറക്റ്റ് ചെയ്യാൻ എനിക്കൊരു ഐഡിയ പറഞ്ഞു തായെന്ന് മാമനോട് പറഞ്ഞു. അതിനുശേഷം രണ്ടുപേരും ഒരു ബാറിലിരിക്കുകയായിരുന്നു. ഈ ബാറിന്റെ പേര് ലവ് ബാർ. ഇത് നടത്തുന്നത് വിക്രം എന്ന യോഗി ബാബുവാണ്. ലവേഴ്സിന് വേണ്ടിയാണ് ഈ ബാർ നടത്തിക്കൊണ്ട് വരുന്നത്. അവിടെ വരുന്ന ലവേഴ്സിന് ചില അഡ്വൈസുകളൊക്കെ കൊടുത്ത് എല്ലാം തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോഴാണ് അറിവും മാമനും ലീലയെ കുറിച്ച് സംസാരിക്കുന്നത് യോഗി ബാബു കേട്ടത്. യോഗിയും നേരെ അവരുടെ അടുത്തേക്ക് വന്ന് കാര്യം എന്താണെന്ന് അന്വേഷിച്ചതും മാമൻ അവനോട് ഇത് ഞങ്ങളുടെ കുടുംബ കാര്യമാണെന്ന് പറഞ്ഞ് അവനെ ഒഴിവാക്കി. എന്നിട്ട് മാമൻ ഒരു ഐഡിയ പറഞ്ഞു. ഇത് കേട്ട ലീല ഉള്ള ജീവനും കൊണ്ട് ഓടും. അങ്ങനെ ഒരു ഐഡിയ ആയിരുന്നു അറിവിന് പറഞ്ഞു കൊടുത്തത്. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് മനസ്സിലാക്കി അറിവ് മാമനെ വീട്ടിലേക്ക് പാക്ക് ചെയ്തു. അപ്പോൾ അവിടെ യോഗി ഇതെല്ലാം കേട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട അറിവും നിങ്ങൾ എന്നെ ഫോളോ ചെയ്യാണോ എന്ന് ചോദിച്ചതിന് യോഗിയും നിന്റെ പ്രശ്നത്തിന് ഒരു ഐഡിയ തരാനായിട്ട് വന്ന് എന്നെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകാൻ തുടങ്ങിയതും അറിവ് പെട്ടെന്ന് യോഗിയുടെ ബൈക്കിൽ കയറിയിരുന്നു. അതിനുശേഷം ഇവർ ബാറിലിരുന്ന് അറിവ് അവന്റെ പ്രശ്നം ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു കൊടുത്തു. ഇത് കേട്ട യോഗിയും അറിവിനെ കൊടുക്കാൻ ഒരു ഐഡിയ ആലോചിച്ചു. ഇപ്പുറത്ത് ലീല ഒരു ആക്ട് ഷൂട്ടിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സാധാരണഗതിയിൽ ലീല നന്നായി അഭിനയിക്കുന്നതാണ്. പക്ഷെ ഇപ്പോ അറിവിനോടുള്ള ദേഷ്യം ഉള്ളതുകൊണ്ട് കൂടെ അഭിനയിക്കുന്നവനെ കാണുമ്പോൾ അറിവിനെ പോലെ തോന്നി ദേഷ്യം വന്ന് എല്ലാം തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഡയറക്ടറിനും ദേഷ്യം വന്ന് ആർട്ടിസ്റ്റിനെ മാറ്റിയതും ലീലയും അപ്സെറ്റായി. ഇവിടെ യോഗിയും ലീലയുടെ ഇൻസ്റ്റാ പ്രൊഫൈലെല്ലാം നോക്കി ലീല നന്നായിട്ട് അഭിനയിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കി അറിവിനോട് നീ ഒരു കാര്യം ചെയ്യ്, നീ നിന്റെ ഭാര്യയെ കോൾ ചെയ്ത് ഞാൻ അറിവാണ് എന്ന് പറഞ്ഞ് സംസാരിക്കുക എന്ന് പറഞ്ഞതും അറിവും ലീലയ്ക്ക് കോൾ ചെയ്ത് ഞാൻ അറിവാണ് എന്ന് പറഞ്ഞു. അടുത്ത നിമിഷം തന്നെ ലീല കോള് കട്ട് ചെയ്തു. യോഗിയും ഇത് ഞാൻ പ്രതീക്ഷിച്ചതാണെന്ന് പറഞ്ഞിട്ട് വേറൊരു സിം കാർഡ് അറിവിന് കൊടുത്ത് ഫോണിലിട്ട് ഇതുപോലുള്ള നടിമാർക്കെല്ലാം അവരുടെ അഭിനയത്തെക്കുറിച്ച് പൊക്കി പറയുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും. അതുകൊണ്ട് ഈ നമ്പറിൽ നീ അവളെ വേറൊരാളെ പോലെ വിളിച്ച് അവളുടെ അഭിനയത്തെക്കുറിച്ച് പൊക്കി പറയേ. ഒരു ഫാൻ ബോയിനെ പോലെ എന്ന് പറഞ്ഞ് വോയിസ് മോഡുലേഷൻ ആപ്പ് എല്ലാം ഡൗൺലോഡ് ചെയ്തു കൊടുത്തു. എന്നിട്ട് എങ്ങനെ സംസാരിക്കേണ്ടത് എന്നും യോഗി അറിവിന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അറിവ് ഒരു ഫാൻ ബോയിയെ പോലെ യോഗി കൊടുത്ത നമ്പറിൽ നിന്ന് ലീലയെ കോൾ ചെയ്ത് സംസാരിച്ചു. നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിച്ചതിന് അറിവും യോഗിയെ നോക്കി അവന്റെ പേര് വിക്രം എന്ന് പറഞ്ഞു. അങ്ങനെ അറിവ് വിക്രം എന്ന പേരിൽ ലീലയോട് സംസാരിക്കാൻ തുടങ്ങി. ഓൾറെഡി ലീല വളരെ അപ്സെറ്റ് ആയിരുന്നല്ലോ. ഇപ്പൊ വിക്രമായിട്ടുള്ള അറിവും നിങ്ങൾ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്, ഒരിക്കൽ നിങ്ങൾ വലിയൊരു നടിയാവുമെന്നും അന്നും ഞാനായിരിക്കും നിങ്ങളുടെ ആദ്യത്തെ ഫാൻ എന്നൊക്കെ പറഞ്ഞ് ഓവറായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് സംസാരിച്ചു. ഇത്രയും നാളായിട്ട് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ ഒരാളില്ലായിരുന്നല്ലോ എന്ന് ഓർത്ത് ലീല വളരെ സന്തോഷിച്ചു. അങ്ങനെ അറിവ് വീട്ടിലേക്ക് വന്നതും ലീല വളരെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അറിവ് വീടിനകത്തേക്ക് വന്നതും ലീല പെട്ടെന്ന് അവിടുന്ന് റൂമിലേക്ക് പോയി. റൂമിലെത്തിയതും ലീല വിക്രമിന്റെ നമ്പറിലേക്ക് കോൾ ചെയ്തു. അതായത് വിക്രമായിട്ട് കോൾ ചെയ്ത അറിവിന്. ഫോൺ റിംഗ് ചെയ്തതും പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ അറിവ് നേരെ ടെറസിലേക്ക് ഓടിപ്പോയി കോൾ അറ്റൻഡ് ചെയ്തു. അപ്പോൾ ലീലയും അവളെ മോട്ടിവേറ്റ് ചെയ്ത് സംസാരിച്ചതിന് നന്ദി പറഞ്ഞു. അപ്പോഴും അറിവ് ലീലയെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ പോലെ സംസാരിച്ചു. ആ സംസാരത്തിൽ തന്നെ അറിവിന് ലീലയോട് എത്ര ഇഷ്ടമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഒരുപാട് സംസാരിച്ചതിന് ശേഷം ഇനി നമുക്ക് ഫ്രണ്ട്സ് ആയിക്കൂടെ എന്ന് ചോദിച്ചതിന് ലീലയും ചിരിച്ചുകൊണ്ട് ഓക്കെ പറഞ്ഞു. അറിവും നിങ്ങൾ ഇങ്ങനെ തന്നെ ചിരിച്ചുകൊണ്ടിരിക്കണം, അതാണ് നല്ലത് എന്ന് അവൻ നേരിൽ സംസാരിക്കുന്നത് പോലെ പറഞ്ഞു. ഇങ്ങനെ ഇതുപോലെ അവർ ഇടയ്ക്കിടയ്ക്ക് കോൾ ചെയ്ത് സംസാരിക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം അറിവ് ഒരു ബാറിലിരുന്ന് ലീലയ്ക്ക് കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ചെറിയൊരു തീപിടുത്തം ഉണ്ടായതും ഇത് കണ്ട് അറിവിന് എന്തോ പോലെ തോന്നി. കോള് കണക്ഷനിലായിരുന്നത് കൊണ്ട് തന്നെ ലീലയും വിക്രം എന്ത് പറ്റിയെന്ന് ചോദിച്ചതിന് അറിവും അവന് ചെറുപ്പത്തിലുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് പേടിയോടെ എനിക്ക് തീ പേടിയാണെന്ന് പറഞ്ഞു. അന്ന് രാത്രി ലീലയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവളുടെ ഫ്രണ്ട്സ് എല്ലാം വീട്ടിലേക്ക് വന്ന് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് വന്നെങ്കിലും അപ്പോഴേക്കും അറിവ് എല്ലാം സെറ്റാക്കിയിരുന്നു. അങ്ങനെ ലീലയും വന്ന് സെലിബ്രേറ്റ് ചെയ്തു. പക്ഷെ ലീല അറിവിനെ ശ്രദ്ധിക്കുന്നതേ ഉണ്ടായിരുന്നില്ല. എങ്കിലും ലീലയ്ക്ക് എന്തൊക്കെയാണ് ഇഷ്ടമെന്ന് അറിവ് വിക്രമായി ലീലയുടെ അടുത്ത് സംസാരിച്ച് മനസ്സിലാക്കി. ആ കാര്യങ്ങളൊക്കെ അറിവ് ലീലയ്ക്കായിട്ട് ചെയ്തു. പക്ഷെ വിക്രമിനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിവ് ചെയ്തു കൊടുക്കുമ്പോൾ ലീല അതൊന്നും അവൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. ഇപ്പൊ അറിവായിട്ട് ലീലയോട് അടുക്കാൻ ശ്രമിക്കാതെ വിക്രമായിട്ട് അറിവ് ലീലയുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു. ലീലയ്ക്ക് എപ്പോഴൊക്കെയാണോ അവളെ കൊണ്ട് ഒരു നായികയാകാൻ കഴിയില്ല എന്ന ചിന്ത വരുന്നത് അപ്പോഴെല്ലാം അറിവ് നിങ്ങൾ എന്തായാലും ഒരു നായികയാവും, ഇത് 200% സത്യമാണ്, വിശ്വസിക്കുക എന്നൊക്കെ അവളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ലീലയുടെ ഡയറക്ടർ ഫ്രണ്ട് എല്ലാവരോടും പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ട് ഒരു പ്രൊഡ്യൂസറിന് കഥ ഇഷ്ടമായ
ഇഷ്ടമായെന്നും ആ സിനിമയിൽ നായികയായിട്ട് ലീലയെയാണ് ഫിക്സ് ചെയ്തതെന്നും പറഞ്ഞു. എല്ലാവർക്കും വളരെ സന്തോഷമായി. ഇതിനെക്കുറിച്ചെല്ലാം വിക്രമും അന്വേഷിച്ചതും ലീലയും ഇതെല്ലാം നിങ്ങൾ കാരണമാണ് നടന്നത്, നിങ്ങൾ നടക്കുമെന്ന് പറഞ്ഞ് എന്നോട് വിശ്വസിക്കാൻ പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് നടന്നത് എന്ന് പറഞ്ഞ് ലീല അവനോട് നന്ദി പറഞ്ഞു. ആ സമയം നന്നായി മഴ പെയ്യുന്നുണ്ടായിരുന്നു. ലീല ശ്രദ്ധിക്കാതെ വെള്ളത്തിലേക്ക് കാൽ വയ്ക്കാൻ പോയതും ടെറസിൽ നിന്ന് ലീലയെ നോക്കിക്കൊണ്ട് ഫോണിൽ സംസാരിക്കുന്ന അറിവും വെള്ളമുണ്ട് സൂക്ഷിക്കുകയെന്ന് പറഞ്ഞതും ലീല പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അറിവും പെട്ടെന്ന് അതല്ല, മഴ പെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ വീട്ടിലും വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടാവില്ലേ, അതുകൊണ്ട് പറഞ്ഞതാണ് എന്ന് പറഞ്ഞു. മഴ തകൃതിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ലീലയ്ക്ക് പ്രൊഡ്യൂസറിന്റെ ഓഫീസിലേക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് അറിവും അവന്റെ കാറിന്റെ കീ എടുത്തുകൊണ്ട് വന്ന് ഞാൻ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞതും വേറെ വഴിയില്ലാതെ ലീല അറിവിന്റെ കൂടെ കാറിൽ പോയി. അറിവിന് വളരെ സന്തോഷമായി. പക്ഷേ പ്രൊഡ്യൂസറിന്റെ ഓഫീസിലേക്ക് പോയിട്ട് വന്ന ലീല വളരെ വിഷമിച്ച് മൈൻഡ് അപ്സെറ്റ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. എന്ത് പറ്റിയെന്ന് അറിവിന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ പറ്റാത്തതുകൊണ്ട് വീട്ടിലേക്ക് വന്ന് വിക്രമായിട്ട് കോൾ ചെയ്ത് എന്താ നടന്നതെന്ന് ചോദിച്ചു. അതിന് ലീലയും ആ പ്രൊഡ്യൂസർ കുറച്ച് മോശമായ രീതിയിൽ സംസാരിച്ച കാര്യവും ഇപ്പൊ ഇവള് വല്ലാത്ത വിഷമത്തിലാണെന്ന് പറഞ്ഞതും ഒരു ഹസ്ബൻഡ് എന്ന നിലയിൽ അറിവിന് ഇത് അങ്ങനെ വെറുതെ വിടാൻ കഴിയില്ലല്ലോ. സോ നേരെ ആ പ്രൊഡ്യൂസറിന്റെ ഓഫീസിലേക്ക് പോയി അയാൾക്ക് നല്ല പോലെ കൊടുത്തു. ഇപ്പോൾ ഒരു പ്രൊഡ്യൂസറിനെ ഇങ്ങനെ അടിച്ചതുകൊണ്ട് മറ്റു പ്രൊഡ്യൂസേഴ്സും ലീലയ്ക്ക് അവസരം കൊടുക്കില്ല. എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് യോഗിയും അറിവിനോട് ചോദിച്ചു. അതിനുശേഷം അറിവ് വീട്ടിലേക്ക് വന്നതും ലീലയും ഫ്രണ്ട്സും വളരെ വിഷമിച്ചിരിക്കുന്നത് അവൻ കണ്ടു. എന്നിട്ട് എന്തു പറ്റി, എന്തിനാണ് എല്ലാവരും വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചതിന് അവരും ഇനിയൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പുലമ്പിക്കൊണ്ടിരുന്നു. ഇപ്പോൾ അറിവും ഭാര്യയോടുള്ള ഇഷ്ടം കൊണ്ട് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര പണം വേണ്ടി വരുമെന്ന് ചോദിച്ചതിന് ഇത് ചെറിയ ബഡ്ജറ്റാണ്, 2 കോടി ആവുമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ അറിവും ഞാൻ ഈ പടം പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞതും ലീലയുടെ ഫ്രണ്ട്സിനെല്ലാം വളരെ സന്തോഷമായി. എന്നിട്ട് ഈ ഫ്രണ്ട്സും അറിവിനോട് സത്യമാണോ സാറേ എന്ന് ചോദിച്ച് അറിവിനെ ഒരു കസാരയിട്ട് അവിടെ ഇരുത്തി. എന്നാൽ ലീലയ്ക്ക് അതിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അവളുടെ മുഖം കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവുന്നുണ്ട്. അറിവും എല്ലാ ജോലിയും സ്റ്റാർട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അതിന് നായകനെ ഫിക്സ് ചെയ്താൽ എല്ലാം സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞതും അപ്പോൾ ഇത് ഹീറോയിൻ ഓറിയന്റഡ് സബ്ജക്റ്റ് അല്ലേ എന്ന് ചോദിച്ചതിന് ഇല്ല സാർ, ഇത് ചെറിയ സിനിമയാണ്. അതായത് കല്യാണശേഷം നായകനും നായികയും എങ്ങനെയാണ് ജീവിക്കുന്നത്, അവർക്കിടയിലുണ്ടാവുന്ന വഴക്കുകൾ, ഇന്റിമേറ്റ് റൊമാൻസ് സീൻ, അങ്ങനെ എല്ലാം സിനിമയിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞു കൊടുത്തു. അറിവും ഇതെല്ലാം കേട്ട് തല കറങ്ങി വീണു. പിന്നെ ബോധം തെളിഞ്ഞ ശേഷം അറിവ് ഒരു ട്വിസ്റ്റ് വെക്കും. എന്താണെന്നല്ലേ, നിങ്ങളുടെ ഈ സിനിമ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഈ സിനിമയിലെ നായകൻ ഞാനായിരിക്കണമെന്ന് ഒരു കാര്യം പറയും. ഇത് കേട്ടതും ലീലയും ഫ്രണ്ട്സും ഷോക്കായി. ഇതറിഞ്ഞ യോഗിയും നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആ പെണ്ണിന് പിന്നെ എങ്ങനെയാണ് നിന്നെ ഇഷ്ടപ്പെടുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അറിവും എനിക്ക് വേറെ വഴി അറിയില്ല എന്ന് അവനും പറഞ്ഞു. യോഗി പറഞ്ഞതുപോലെ തന്നെ അറിവ് നായകനായി അഭിനയിക്കുന്നതിൽ ലീലയ്ക്ക് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. ലീലയുടെ ഫ്രണ്ട്സും നമുക്ക് വേറെ വഴിയില്ല, ഇതിൽ നിന്റെ ജീവിതം മാത്രമല്ല ഞങ്ങളുടെ ജീവിതവും അടങ്ങിയിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കുമായി ഒരു ചാൻസ് കിട്ടിയതാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ലീല സമ്മതിക്കുന്ന മട്ടില്ല. അവനെ കാണാൻ ഒരു നായകനാണെന്ന് തോന്നുമോ എന്നൊക്കെ പറഞ്ഞതിന് ഇപ്പൊ നിന്റെ പ്രശ്നം എന്താ, അവന്റെ ലുക്കല്ലേ നിനക്ക് ഇഷ്ടപ്പെടാത്തത് എന്ന് പറഞ്ഞ് ഫ്രണ്ടായ ഹെയർ സ്റ്റൈലിസ്റ്റും ഡയറക്ടറും അറിവിനെ കൂട്ടിക്കൊണ്ടുപോയി മൊത്തത്തിൽ ഒരു മേക്ക് ഓവർ നടത്തി ഒരു ഹീറോയെ പോലെ കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോഴും ലീല സമ്മതിച്ചില്ല. ഫ്രണ്ട്സിനെ വഴക്ക് പറയാണ് ചെയ്തത്. ലീലയ്ക്ക് അറിവിനെ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൾ ദേഷ്യപ്പെട്ട് റൂമിൽ പോയിരുന്നു. ലീല എങ്ങനെയെങ്കിലുമൊക്കെ സമ്മതിച്ചോളുമെന്ന് കരുതി ഫ്രണ്ട്സ് അറിവിനോട് കഥ പറയാൻ തുടങ്ങി. അതിലാണെങ്കിൽ കല്യാണം കഴിഞ്ഞ ശേഷം വഴക്കായി ഭാര്യയും ഭർത്താവും വേർപിരിഞ്ഞ് ഡിവോഴ്സിന് അപ്ലൈ ചെയ്യും. അതിനുശേഷം അവർ ഒന്നിക്കുമോ ഇല്ലയോ എന്നാണ് ബാക്കി കഥയെന്ന് ഡയറക്ടർ പറഞ്ഞതും കുറച്ച് പോസിറ്റീവായിട്ടുള്ള എൻഡിങ് വെക്കണമെന്ന് അറിവും പറഞ്ഞു. എന്നിട്ട് ഇതിൽ ലീലയ്ക്ക് ഓക്കെ ആണോ എന്ന് ചോദിച്ചതിന് അവരും ഓക്കെ ആണെന്ന് പറഞ്ഞു. പക്ഷേ ഇതിൽ ലീല ഓക്കെ അല്ല എന്ന് അറിവിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ നേരെ ലീലയുടെ റൂമിലേക്ക് വന്ന് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ഈ സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമത്തോടെ കോട്ട് അഴിച്ചിട്ട് അവിടുന്ന് പോയി. ശേഷം ലീലയും അവളുടെ ഫ്രണ്ട്സ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചു നോക്കി. അങ്ങനെ ഒരു വിധത്തിൽ ഫ്രണ്ട്സിനോട് ഓക്കെ പറഞ്ഞു. ഇപ്പൊ യാദർശികമായി അറിവിന്റെ മാമൻ വീട്ടിലേക്ക് വന്നതും ഭാര്യ വഴക്കിട്ടു പോയതിന്റെ വിഷമത്തിൽ അറിവ് വിഷം കഴിച്ച് മരിക്കുന്നത് പോലെ അഭിനയിച്ച് പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. ഇത് കണ്ട മാമനും ഇത് സത്യമാണെന്ന് കരുതി ബഹളമുണ്ടാക്കി. അതിനുശേഷമാണ് മാമന് കാര്യം മനസ്സിലായത്. അങ്ങനെ അറിവും പ്രൊഡ്യൂസർ എന്ന ഉത്തരവാദിത്തം ഇനി നിങ്ങളാണ് നോക്കേണ്ടത് എന്ന് പറഞ്ഞ് മാമനെ ഏൽപ്പിച്ചു. അടുത്തതായി ഒരു ഓഫീസ് എടുത്ത് സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്ക് ആരംഭിച്ചു. അങ്ങനെ ഇപ്പോ ഡെമോ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് തന്നെ കിസ്സിംഗ് സീൻ ആയിരുന്നു. സോ അറിവും ലീലയ്ക്ക് ഇതിൽ പ്രശ്നമുണ്ടാവില്ലല്ലോ എന്ന് ചോദിച്ചതിന് അവൾക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞതും അറിവിന് സന്തോഷമായി. പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റ് നടക്കുമെന്ന് അവൻ
പ്രതീക്ഷിച്ചില്ല. ഒരു ഗ്രീൻ കളർ ബലൂൺ എടുത്തുകൊണ്ട് വന്ന് ഇതിൽ കിസ് ചെയ്തോളൂ സർ, CGയിൽ ലീലയെ ഞങ്ങൾ അവിടേക്ക് മാച്ച് ചെയ്തോളാം എന്ന് പറഞ്ഞതും അറിവിന്റെ മൂഡ് മൊത്തം പോയി. അടുത്തത് ഒരു ഇമോഷണൽ ആയിട്ടുള്ള സീന് കൊടുത്ത് രണ്ടുപേരും അഭിനയിച്ചു. പക്ഷെ അറിവിന് ഒട്ടും അഭിനയിക്കാൻ അറിയില്ലായിരുന്നു. ഇമോഷൻ ഒട്ടും വരുന്നില്ല. അതുകൊണ്ട് എല്ലാവർക്കും ദേഷ്യം വന്നു. അറിവും ഒറ്റയ്ക്ക് പോയി അഭിനയിച്ച് നോക്കുന്നുണ്ട്. പക്ഷെ അവന് ഭാവങ്ങളൊന്നും വരുന്നില്ല. കുറച്ചു നേരം കൊണ്ട് തന്നെ അറിവ് ലീല തന്നെ ഉൾക്കൊള്ളുന്നില്ലല്ലോ എന്ന് ഓർത്ത് ഫീലായി, ഇമോഷണലായി. അതിനുശേഷം ഷൂട്ടിങ്ങിന് പോയി. അറിവ് സ്ക്രിപ്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലീല വിക്രമിനെ കോൾ ചെയ്തതും അറിവ് വിക്രമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു. പതിയെ പതിയെ അവർ ക്ലോസ് ആയിക്കൊണ്ടിരുന്നു. ഇതിന്റെ അവസാനം എന്താകുമെന്നൊന്നും ആലോചിക്കാതെ അപ്പോൾ ഉള്ള സന്തോഷത്തിൽ അറിവ് നേരെ യോഗിയുടെ അടുത്ത് വന്ന് റൊമാൻറ്റിക് ഡയലോഗുകളൊക്കെ പറയാൻ തുടങ്ങി. ഇപ്പുറത്ത് ഇത്രയൊക്കെ ആയിട്ടും ലീലയ്ക്ക് അറിവിന്റെ കൂടെ അഭിനയിക്കാൻ മനസ്സ് വന്നില്ല. അതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് ഒരു പോസ് പോലും നിൽക്കുന്നില്ല. അങ്ങനെ ഇവരുടെ സിനിമയിലേക്ക് ഇവർക്ക് റൊമാൻസ് പഠിപ്പിച്ച് കൊടുക്കാനായിട്ട് ഒരാളെ കൊണ്ടുവന്നു. പക്ഷെ ആ ആൾക്ക് പോലും ഇവർക്കിടയിൽ കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യിപ്പിക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് വന്നയാൾക്ക് ഇവർ ഒറിജിനൽ ഭാര്യയും ഭർത്താവുമാണെന്ന് മനസ്സിലായത്. ഇത് നടക്കാൻ പോണില്ല എന്നും പറഞ്ഞ് അവരവിടുന്ന് പോയി. ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അറിവ് ലീലയെ വളരെ കെയർ ചെയ്യുന്നുണ്ട്. എന്നാൽ എത്ര തന്നെ കെയർ ചെയ്താലും വിക്രമായിട്ട് ലീലയോട് സംസാരിക്കുമ്പോൾ മാത്രമേ അവന് സന്തോഷം കിട്ടുന്നുള്ളൂ. എങ്കിലും അറിവ് ലീലയ്ക്ക് ഒരു കണ്ണാടി ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു, അതും വിക്രമിന്റെ പേരിൽ. എന്നിട്ട് ഇത് നിങ്ങൾ നോക്കുമ്പോഴെല്ലാം നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരും. ആ കോൺഫിഡൻസിൽ പോയി അഭിനയിക്കുക, നിങ്ങൾ വലിയൊരു സ്റ്റാർ ആവുമെന്നൊക്കെ മോട്ടിവേറ്റ് ചെയ്തു. നിങ്ങൾ എനിക്ക് വളരെ സ്പെഷ്യൽ ആണെന്ന് ലീലയും പറയുന്നുണ്ട്. എന്നിട്ട് വിക്രമിനെ നേരിട്ട് കാണണമെന്ന് പറഞ്ഞതും വിക്രമായിട്ടുള്ള അറിവിന് എന്ത് പറയണമെന്നറിയില്ല. സോ ഫോറിലാണെന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്തു. കാരണം ലീല വിക്രമിനെ കാണണമെന്ന് പറയുമെന്ന് അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. നേരെ യോഗിയുടെ അടുത്ത് പോയി കാര്യം പറഞ്ഞതും യോഗിയും ലീലയ്ക്ക് നിന്നെക്കാളും വിക്രമിനെയാണ് ഇഷ്ടമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതിന് അറിവും അതെ എന്ന് പറഞ്ഞതും യോഗിയും അങ്ങനെയാണെങ്കിൽ വിക്രമിനെ കട്ട് ചെയ്തേക്ക്, ആ നമ്പറിലേക്ക് അവൾ കോൾ ചെയ്താൽ അറ്റൻഡ് ചെയ്യണ്ട, പോകെ പോകെ എല്ലാം ശരിയായിക്കോളും എന്ന് പറഞ്ഞ് അറിവിനെ സമാധാനിപ്പിച്ച് പറഞ്ഞയച്ചു. അതിനുശേഷം ലീല കോൾ ചെയ്ത വിക്രമായിട്ടുള്ള അറിവ് കോൾ അറ്റൻഡ് ചെയ്തില്ല. അടുത്തതായിട്ട് ഡിവോഴ്സിന് അപ്ലൈ ചെയ്യുന്ന പോലത്തെ ഒരു സീനായിരുന്നു എടുക്കാൻ പോകുന്നത്. അതിലെ ജഡ്ജും ഇവരോട് കൗൺസിലിങ്ങിന് പോകാൻ പറഞ്ഞ് രണ്ടുപേരോടും പാർട്ട്നേഴ്സിനോടൊപ്പം ഉണ്ടായിരുന്ന നല്ല മൊമെന്റ്സ് എഴുതി കൊണ്ടുവരാൻ പറഞ്ഞിരുന്നല്ലോ, വായിക്കെന്ന് പറഞ്ഞ് അറിവിനോട് വായിക്കാൻ പറഞ്ഞു. അറിവും ലീലയെ ആദ്യമായിട്ട് കണ്ട ആ ഒരു നിമിഷം എങ്ങനെയായിരുന്നു എന്ന് അവന്റെ മനസ്സിലെ ഫീലിംഗ് അടിപൊളിയായിട്ട് പറഞ്ഞു. പക്ഷെ സ്ക്രിപ്റ്റില് അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല. ലീലയ്ക്കും അത് മനസ്സിലായി. ഡയറക്ടറും അത് ഇഷ്ടപ്പെട്ടു. എങ്കിലും സ്ക്രിപ്റ്റിലുള്ള പോലെ പറഞ്ഞാൽ മതി എന്ന് ഡയറക്ടറും പറഞ്ഞു. അങ്ങനെ ട്രയലും റിഹേഴ്സലും ഒക്കെ കഴിഞ്ഞ് ഒരു പൂജ ചെയ്ത് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തു. ആ ദിവസം അറിവിന്റെ വീട്ടുകാരും ലീലയുടെ വീട്ടുകാരും വന്നിട്ടുണ്ടായിരുന്നു. ലീലയുടെ അച്ഛനും എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചതിന് അറിവും ലീലയെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ സംസാരിച്ചു. അതിന് ലീലയുടെ അമ്മയും നിനക്ക് നല്ലൊരു ഭർത്താവിനെയാണ് കിട്ടിയത് എന്ന് ലീലയോട് പറഞ്ഞു. അങ്ങനെ ഷൂട്ടിംഗ് തുടങ്ങി. നല്ലൊരു ഡെപ്പാങ്കൂത്ത് സോങ്ങിലാണ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഈ ഷൂട്ടിങ്ങിനിടയിൽ വിക്രമിനെ ഓർമ്മ വരുമ്പോഴെല്ലാം ലീല വിക്രമിനെ കോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അറിവ് കോൾ അറ്റൻഡ് ചെയ്തതേയില്ല. അങ്ങനെ ഒരു ദിവസം റോഡിൽ ട്രാഫിക്കിൽ വെച്ച് ഒരു സീൻ എടുക്കണം. അതിനു വേണ്ടിയുള്ള എല്ലാ ഏർപ്പാടുകളും അറിവിന്റെ മാമനും ചെയ്തു. എന്നാൽ നൈറ്റ് 2 മണി വരെ പെർമിഷൻ ചോദിച്ചതിന് 10 മണി വരെയാണ് പെർമിഷൻ കിട്ടിയത്. ഏതോ ഒരു രാഷ്ട്രീയക്കാരൻ വരുന്നുണ്ട്. ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാം തിരക്കിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഡയറക്ടർ. സോ ഈ സമയം കൊണ്ട് നായകനും നായികയും വഴക്കിട്ട് നായകനെ വഴക്ക് പറഞ്ഞുകൊണ്ട് ട്രാഫിക്കിൽ നടന്നു വരുന്ന സീന് എടുക്കാമെന്ന് തീരുമാനിച്ച് അറിവിന്റെ അടുത്ത് അസിസ്റ്റന്റും ഈ സീനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ലീലയ്ക്ക് വിക്രം ഗിഫ്റ്റ് ചെയ്ത കണ്ണാടി അസിസ്റ്റന്റിന്റെ കയ്യിലുണ്ടായിരുന്നു. അതറിവ് അറിയാതെ തട്ടി നിലത്തിട്ട് പൊട്ടിച്ചു. ഇത് കണ്ട ലീലയും അറിവിനെ വല്ലാതെ വഴക്ക് പറഞ്ഞു. ഒരു ഗിഫ്റ്റ് പൊട്ടിയതിന് ലീല ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്തത് കണ്ട് അറിവിനും അത് വല്ലാതെ വിഷമമായി. അടുത്തത് അഭിനയിക്കാനും തുടങ്ങി. നന്നായി അഭിനയിക്കുന്ന ലീല ആ കണ്ണാടി പൊട്ടിയത് കൊണ്ട് തന്നെ വളരെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ശരിക്കും അഭിനയിക്കുന്നില്ല. അനാവശ്യമായി തെറ്റിക്കുന്നത് കണ്ട് ഡയറക്ടർ ഫ്രണ്ടിനും ദേഷ്യം വന്നു. ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഈ സിനിമയിലെ നായകന്റെ പേര് വിജയ് എന്നാണ്. പക്ഷെ ഒരു ഘട്ടത്തില് ലീല ഡയലോഗ് പറയുമ്പോൾ പേര് വിക്രം എന്ന് മാറ്റി പറയാൻ ആരംഭിച്ചു. ഇത് കേട്ട് എല്ലാവരും അപ്സെറ്റായി. അറിവും താൻ വിക്രമായി ലീലയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കി. അവളെ നോർമലാക്കാനായി അറിവ് വീണ്ടും വിക്രമായിട്ട് ലീലയെ കോൾ ചെയ്ത് ഇന്നും നിന്റെ കൂടെ ഉണ്ടാവുമെന്നും പറഞ്ഞതിന് ശേഷമാണ് ലീലയും ഹാപ്പിയായി നോർമലായത്. ഇപ്പൊ റിലാക്സ് ആയി നന്നായി അഭിനയിക്കാനും തുടങ്ങി. അറിവ് വീണ്ടും വിക്രമായി ലീലയോട് സംസാരിച്ചതറിഞ്ഞ് യോഗി അവനെ ഒരുപാട് വഴക്ക് പറഞ്ഞു. പക്ഷെ അറിവും അവൾ അവളുടെ ലക്ഷ്യത്തിലെത്തണം, അതിനുവേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും, അവൾ ലക്ഷ്യത്തിലെത്തുന്നത് വരെ ഞാൻ വിക്രമായിട്ട് അവളോട് സംസാരിക്കും, അറിവിന്റെ സ്നേഹം അവൾ അറിയാതെ പോയാലും പ്രശ്നമില്ല എന്നും പറയും. അങ്ങനെ അവിടുന്ന് കട്ട് ചെയ്ത് ഇപ്പൊ ഒരു ഫൈറ്റ് ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി ലീലയുടെ 2 കൈയും 2 തൂണിലായിട്ട് കെട്ടിയിട്ടുണ്ട്. ഇതിനിടയിൽ മാമനും നാട്ടിലേക്ക് പോയി. ഫൈറ്റിൽ തീ യൂസ് ചെയ്യുന്നുണ്ട്
തീയുണ്ട് എന്ന് അറിഞ്ഞതും അറിവിനെ പേടിച്ചിട്ട് എന്തോ പോലെ തോന്നി. ലീലയുടെ ഫ്രണ്ട്സും എന്താണ് കാര്യമെന്ന് അന്വേഷിച്ചതിൽ തീ പേടിയാണെന്ന് അറിവ് പറയാൻ തുടങ്ങിയതും അപ്പോഴാണ് മുൻപ് ബാറിൽ തീ പിടിച്ച സമയത്ത് അറിവ് ലീലയോട് വിക്രമായി സംസാരിച്ചതിൽ തീ പേടിയാണെന്ന് പറഞ്ഞത് ഓർത്തത്. ഇനി അവനത് പറഞ്ഞാൽ ലീല കണ്ടുപിടിക്കുമെന്ന് കരുതി ഒന്നുമില്ല എന്ന് പറഞ്ഞ് അറിവ് എല്ലാവരെയും പറഞ്ഞയച്ചു. അതിനുശേഷം ഫൈറ്റിംഗ് പ്രാക്ടീസ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വില്ലന്റെ എൻട്രി. അറിവ് പോയി ഒരു പ്രൊഡ്യൂസറിനെ അടിച്ചിരുന്നല്ലോ. ആ പ്രൊഡ്യൂസർ അറിവിനോട് പകരം വീട്ടാനായിട്ട് ഇവരുടെ സിനിമയിലെ ഫൈറ്റേഴ്സിന്റെ ഇടയിൽ അയാളുടെ ആളുകളെയും സെറ്റ് ചെയ്തു. അങ്ങനെ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തതും ആക്ഷൻ മാത്രം കാണിക്കുന്നതിന് പകരം ആ ഫൈറ്റേഴ്സ് അറിവിനെ ഒറിജിനലായിട്ട് അടിക്കാൻ ആരംഭിച്ചു. എന്നിട്ട് അവിടെയുള്ള എല്ലാവരെയും പുറത്താക്കി ഡോർ ലോക്ക് ചെയ്ത ശേഷം വീണ്ടും അറിവിനെ അടിച്ച് ബോധം കെടുത്തി അവിടെയെല്ലാം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. പെട്ടെന്ന് അറിവിന് ചെറുപ്പത്തിൽ നടന്ന ആ ഒരു സംഭവം ഓർമ്മയിലേക്ക് വന്നു. അറിവിന് ജനനി എന്നൊരു അനിയത്തി ഉണ്ടായിരുന്നു. അറിവിന് അവന്റെ അനിയത്തി ജനനിയെ വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അറിവിന്റെ അച്ഛൻ അറിവിനെയും ജനനിയെയും കൂട്ടി എവിടേക്കോ പോകാനായിട്ട് ബസ്സിൽ കയറി ഇരിക്കുകയായിരുന്നു. ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് പുറപ്പെട്ടതും പെട്ടെന്ന് ബസ്സിന് മുകളിലേക്ക് പെട്രോൾ ബോംബ് എറിഞ്ഞ് അവിടെ ഒരു കലാപം നടന്നു. അറിവിന്റെ അച്ഛൻ രണ്ട് മക്കളെയും ബസ്സിൽ നിന്ന് തിരക്കിട്ട് ഇറക്കിയതും അവിടെയുള്ള കൂട്ടത്തിനിടയിൽപ്പെട്ട് രണ്ട് കുട്ടികളും മിസ്സായി. അറിവ് അനിയത്തിയുടെ കൈ മുറുകെ പിടിച്ചിരുന്നുവെങ്കിലും എങ്ങനെയോ അവളെ കൈ വിട്ടുപോയി. അറിവ് പരിഭ്രമത്തോടെ ചുറ്റും നോക്കി. പക്ഷെ അനിയത്തിയെ അവിടെയൊന്നും കണ്ടില്ല. അപ്പോഴാണ് ആ ബസ് മൊത്തത്തിൽ തീ പിടിച്ചത് കാണുന്നത്. ഇത് കണ്ട അറിവ് മയങ്ങി വീണു. ആ ഒരു ഇൻസിഡന്റിന് ശേഷമാണ് അറിവിന് തീ കാണുമ്പോൾ പേടി തോന്നി തുടങ്ങിയത്. അതിനുശേഷം ലീലയുടെ സൗണ്ട് കേട്ട് എഴുന്നേറ്റ അറിവ് അവിടെയുള്ള തീ കണ്ട് ഭയക്കാതെ എല്ലാ ഫൈറ്റേഴ്സിനെയും അടിച്ചിട്ട് മേലെ പോയി ലീലയെ രക്ഷിച്ച് വീണ്ടും മയങ്ങി വീണു. ഇപ്പൊ അറിവ് കണ്ണു തുറന്നതും അവ ഹോസ്പിറ്റലായിരുന്നു. ലീലയുടെ ഫ്രണ്ട്സ് എല്ലാവരും അറിവിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് ചോദിച്ച് ലീലയ്ക്ക് ഒന്നുമില്ല എന്നും അവനോട് പറഞ്ഞു. ആ സമയം ലീല അവിടേക്ക് വന്നതും മറ്റുള്ളവരെല്ലാം അവിടുന്ന് പുറത്തേക്ക് പോയി. ലീലയെ അറിവിനോട് സംസാരിക്കാൻ ആരംഭിച്ചു. എന്തിനാണ് എന്നെ രക്ഷിച്ചത്? നിങ്ങളിങ്ങനെ എനിക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്ത് എന്നെ ഒരു മോശക്കാരിയാക്കി കുറ്റബോധത്തിലാക്കരുത് എന്ന് പറഞ്ഞിട്ട് ലീല അവിടുന്ന് പോയി. ഇത്രയൊക്കെ ചെയ്തിട്ടും ലീലയുടെ മനസ്സ് മാറുന്നില്ലല്ലോ എന്നോർത്ത് അറിവിന് വല്ലാത്ത വിഷമം തോന്നി. പുറത്തേക്ക് വന്ന ലീലയും നേരെ വിക്രമിനെ കോൾ ചെയ്ത് ഒരാളോട് നമ്മൾ എത്ര സ്നേഹം കാണിച്ചില്ലെങ്കിലും അവർ നമുക്ക് വേണ്ടി എല്ലാം ചെയ്യുമോ എന്ന് ചോദിച്ചതിന് വിക്രമായിട്ടുള്ള അറിവും ആ ആള് നിങ്ങളോട് കാണിക്കുന്ന സ്നേഹം സത്യമാണെങ്കിൽ ഉറപ്പായും ചെയ്യും. അത് നിങ്ങൾ അർഹിക്കുന്നില്ലെങ്കിൽ പോലും ആ സ്നേഹം നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ലഭിക്കും. നമുക്കൊരു കാര്യം കിട്ടില്ല എന്ന് മനസ്സിലായ നമ്മൾക്കതിനോട് എത്ര ഇഷ്ടമുണ്ടെങ്കിലും അത് ഒരിക്കലും കിട്ടില്ല എന്ന് പറഞ്ഞതും ലീല നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും നഷ്ടമായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതിന് അറിവും ചെറുപ്പത്തിൽ അവന് നഷ്ടപ്പെട്ടു പോയ അവന്റെ അനിയത്തി ജനനിയെ കുറിച്ച് പറഞ്ഞ ഫീലായി. അവൾക്കും അവന്റെ ഫീലിംഗ് മനസ്സിലായി. ഫോൺ കട്ട് ചെയ്തു. അപ്പോഴാണ് അറിവിന്റെ മാമൻ ലീലയുടെ അടുത്തേക്ക് വന്നത്. എന്നിട്ട് 2 ദിവസം നിങ്ങളെ കൊണ്ട് അവനെ നോക്കാൻ കഴിയില്ലല്ലേ എന്ന് ചോദിച്ച് അവിടുന്ന് അറിവിനെ കാണാനായിട്ട് പോയി. അങ്ങനെ ഡിസ്ചാർജ് ആയിട്ട് വന്ന അറിവിനോട് മാമൻ ഇവിടെ നിന്നെ നോക്കാനൊന്നും ആരുമില്ല, നമുക്ക് നാട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞതും അറിവ് ലീലയൊന്ന് നോക്കി. ലീലയും ഒന്നും മിണ്ടാതെ നിന്നു. അറിവും തെങ്കാശിയിലേക്ക് തിരിച്ചു വന്നു. പതിയെ പതിയെ അവൻ ആരോഗ്യം വീണ്ടെടുത്തു. ഇനി ലീലയുടെ മനസ്സിന് സ്ഥാനം പിടിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി അറിവ് വീണ്ടും മലേഷ്യയിലേക്ക് തിരിച്ചു പോകാമെന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ അറിവ് മലേഷ്യക്ക് പുറപ്പെടുന്ന സമയത്ത് ലീല വിക്രമിനെ കോൾ ചെയ്ത് എനിക്ക് നിന്നെ നേരിട്ട് കാണണം, ദയവ് ചെയ്ത് പറ്റില്ല എന്ന് മാത്രം പറയരുതെന്ന് പറഞ്ഞതും അറിവിനും വേറെ വഴിയില്ലാതെ മലേഷ്യ പ്ലാൻ ക്യാൻസൽ ചെയ്തിട്ട് ചെന്നൈക്ക് പുറപ്പെട്ടു. നേരെ യോഗിയെ വന്ന് കണ്ട് കാര്യം പറഞ്ഞതും നീ എന്തിനാണ് വിക്രമിനെ തിരിച്ചു കൊണ്ടുവന്നത്? അവൾക്ക് അവനെയാണ് ഇഷ്ടം, പിന്നെ എന്തുകൊണ്ടാണ് അവൾ അവളുടെ കല്യാണം കഴിഞ്ഞ കാര്യം വിക്രമിനോട് പറയാത്തത്? നീ നാളെ വിക്രമായിട്ടല്ലാതെ അറിവായിട്ട് തന്നെ അവളെ ഒന്ന് പോയി കാണ്, അപ്പൊ അവൾ പ്രതീക്ഷിക്കുന്നത് ആരെയാണെന്ന് നിനക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഡേ രാവിലെ യാദൃശികമായി ആ റെസ്റ്റോറന്റിലേക്ക് വരുന്നത് പോലെ വന്ന് ലീലയോട് ഞാനിവിടെ ഇരുന്നോട്ടെ എന്ന് ചോദിച്ച് അവിടെ ഇരുന്നു. എന്നിട്ട് ആരെ കാണാൻ വന്നതാണെന്ന് ചോദിച്ചതിന് ലീലയും ഫ്രണ്ടിനെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞതും അറിവും തകർന്നുപോയി. എന്നിട്ട് അറിവും നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ കാര്യം നിങ്ങളുടെ ഫ്രണ്ടിനെ അറിയുമെന്ന് ചോദിച്ചതും ലീല ഷോക്കായി അവനെ നോക്കി. അപ്പോൾ ഒരു പെണ്ണ് ലീലയുടെ അടുത്ത് വന്നിരുന്നു. അതാരാണെന്ന് അറിവ് ചോദിച്ചു. അതിന് ലീലയും ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ ചെറുപ്പത്തിൽ അവന് നഷ്ടപ്പെട്ടു പോയ അവൻ്റെ അനിയത്തി ജനനിയാണ് എന്ന് പറഞ്ഞതും അറിവ് ഷോക്കിൽ സ്റ്റക്കായി നിന്നുപോയി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്നിട്ട് അനിയത്തിയെ നോക്കി. ജനനിക്ക് സംസാരിക്കാൻ കഴിയില്ല. അത് വെച്ചാണ് ലീല ജനനിയെ അന്വേഷിച്ച് കണ്ടെത്തിയത്. തൻ്റെ അനിയത്തി ജീവനോടെ ഉണ്ടെന്ന കാര്യം അറിവിന് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. അത് മാത്രമല്ല സന്തോഷവും സങ്കടവും പ്രകടിപ്പിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലായിരുന്നു അറിവപ്പോ. എന്നിട്ട് അവിടുന്ന് മാറി നിന്ന് വിക്രമായിട്ട് ലീലയ്ക്ക് കോൾ ചെയ്ത് എനിക്കിത് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്ത് അവിടെ ഇരുന്ന് അവൻ വല്ലാതെ കരഞ്ഞു. അതിനുശേഷം ഒന്ന് നോർമലായി എങ്ങനെയാണ് ജനനിയെ കണ്ടുപിടിച്ചതെന്ന് വന്ന് ചോദിച്ചു. അതിന് ലീലയും മറുപടി പറഞ്ഞു. എന്നിട്ട് അനിയത്തി നന്നായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ എന്ന് മനസ്സിൽ ആലോചിച്ച് സന്തോഷത്തോടെ അവിടുന്ന് പോവുകയാണെന്ന് പറഞ്ഞിട്ട് അറിവ് അവിടുന്ന് പോന്നു. ലീല അപ്പോഴും വലിയ വിഷമത്തിലായിരുന്നു. അങ്ങനെ ഈ കാര്യമൊക്കെ അറിവ് യോഗിയോട് വന്ന് പറഞ്ഞതും യോഗിയും നീ അവളുടെ ചേട്ടനാണെന്ന് നിനക്ക് അവളോട്
പറഞ്ഞുകൂടായിരുന്നു എന്ന് യോഗി ചോദിച്ചതിന് അറിവും ഞാനത് പറഞ്ഞ വിക്രമായിട്ട് ലീലയെ ഞാൻ കബളിപ്പിച്ചത് അവൾ അറിയും. അനിയത്തിയെ കണ്ട ആ നിമിഷം ഒരു ചതിയനായിട്ട് നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ടാണ് പറയാതെ വന്നത് എന്നും പറയും. അതിനുശേഷം അവർ അഭിനയിക്കുന്ന സിനിമയുടെ അവസാന ഷൂട്ടാണ്. ഡിവോഴ്സ് കൊടുക്കുന്നത് ഷൂട്ട് ചെയ്യാനായി എല്ലാവരും റെഡിയായി. ലീല ഇപ്പോഴും വിഷമത്തിലാണ്. അപ്പോൾ ലീലയെ കാണാൻ വന്ന അറിവും ലീലയോട് അവസാനമായി എനിക്ക് നിങ്ങളോട് ചിലത് പറയാനുണ്ട്. നിങ്ങൾക്ക് എന്നെ ശരിക്കും ഇഷ്ടമാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തത്രയും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹത്തിന് മുന്നിൽ എനിക്ക് മറ്റൊന്നും കാണാൻ കഴിഞ്ഞില്ല. എനിക്കൊരു നായകനെ പോലെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാനും അറിയില്ല. പക്ഷെ എനിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്. ഇത് നിങ്ങൾ ചോദിച്ച ഡിവോഴ്സ് ആണെന്ന് പറഞ്ഞ് ഡിവോഴ്സ് നോട്ടീസിന്റെ കൂടെ ലീല അഴിച്ചു വെച്ചിരുന്ന അവളുടെ താലിമാലയും അവിടെ വെച്ചിട്ട് അറിവ് അവിടുന്ന് പോയി. അടുത്തത് കോടതിയിൽ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. ഈ സിനിമയിൽ നായകനും നായികയും ഡിവോഴ്സ് ആവുന്നുണ്ട്. അതാണ് സീൻ. ഇപ്പൊ ജഡ്ജും നിങ്ങൾക്ക് ഈ ഡിവോഴ്സിൽ സമ്മതമല്ലേ എന്ന് ചോദിച്ചതിന് അറിവും സമ്മതമാണെന്ന് പറയാൻ പോയതും പെട്ടെന്ന് അവനൊരു കോള് വന്നു. അത് ലീലയായിരുന്നു. ലീല വിക്രമിന് കോള് ചെയ്തതാണ്. സോ അറിവ് ഷോക്കായി ലീലയെ തിരിഞ്ഞു നോക്കിയതും അപ്പോഴാണ് ലീലയ്ക്ക് അറിവാണ് വിക്രം എന്ന് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടെന്ന് നമ്മളെ കാണിക്കുന്നത്. ഇതെങ്ങനെ ലീലയ്ക്ക് മനസ്സിലായി എന്നാണെങ്കിൽ അന്ന് ഷൂട്ടിങ്ങിനിടയിൽ അറിവ് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നപ്പോൾ മാമൻ വന്ന് ലീലയോട് 2 ദിവസം നിങ്ങൾക്ക് അവനെ നോക്കാൻ കഴിയില്ലേ, അവന് തീ പേടിയാണെന്ന് അറിയില്ലേ എന്ന് പറഞ്ഞിരുന്നു. അപ്പോഴേ ലീലയ്ക്ക് അറിവ് തന്നെയാണ് വിക്രം എന്നൊരു സംശയം തോന്നിയിരുന്നു. പിന്നെ വിക്രമിന് കോൾ ചെയ്യുമ്പോഴെല്ലാം അറിവും കോൾ അറ്റൻഡ് ചെയ്യുന്നത് അവൾ നോട്ട് ചെയ്തിരുന്നു. അതുപോലെ അവരുടെ കോൺവെർസേഷനും റിയാക്ഷൻസും എല്ലാം ലീല ആലോചിച്ചു നോക്കി. അറിവ് തന്നെയാണ് വിക്രം എന്ന് അവൾ മനസ്സിലാക്കി. പക്ഷെ അറിവ് കള്ളം പറഞ്ഞതിൽ ലീലയ്ക്ക് ദേഷ്യം തോന്നിയിരുന്നു. എങ്കിലും ഒരാൾ സ്നേഹത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തതിൽ ദേഷ്യപ്പെടേണ്ട കാര്യമില്ലെന്നും അവൾക്ക് തോന്നി. അതുപോലെ ഇത്രയും കാര്യങ്ങൾ അറിവ് ലീലയ്ക്ക് വേണ്ടി ചെയ്തതുകൊണ്ട് അതിന് പകരമായിട്ടാണ് ലീല ജനനിയെ കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ടു വന്നത്. അന്ന് റെസ്റ്റോറന്റിൽ വെച്ചെങ്കിലും അറിവ് സത്യം പറയുമെന്ന് ലീല കരുതിയിരുന്നു. പക്ഷെ അറിവ് കല്യാണം കഴിഞ്ഞ കാര്യം ഫ്രണ്ടിന് അറിയുമോ എന്ന് ചോദിച്ചതും ലീലയ്ക്ക് വിഷമമായി. വിക്രമിനെ അവൾ ഒരു ഫ്രണ്ട് ആയിട്ട് മാത്രമായിരുന്നു കണ്ടത്. ഇങ്ങനെ തന്റെ ലക്ഷ്യ സാഫല്യത്തിന് വേണ്ടി കൂടെ നിന്ന് മോട്ടിവേറ്റ് ചെയ്തയാളും തന്നെ ഇങ്ങനെയൊക്കെ സ്നേഹിക്കുന്നയാളും ഒന്നാണെന്ന് മനസ്സിലാക്കിയതും ഞാൻ എങ്ങനെയാണ് നിങ്ങളെ വിട്ടു പിരിയുന്നത് എന്ന് പറഞ്ഞ് ലീല അവനെ പോയി കെട്ടിപ്പിടിച്ചു. അവസാനം അവരൊന്നിക്കുന്നത് കാണിച്ച് ഈ സിനിമ അവസാനിക്കും. ഈ ഒരു സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ബൈ.